ബ്രദറെ, ബ്രദർ പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവ് ഒരുവനിലുണ്ടെങ്കിൽ അവനിൽ പിശാച് കയറില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അവരിൽ എന്താ ആത്മാവായിരിക്കും? അവർ ബന്ധത്തിലാണോ? അപ്പൊ ഇത് ന്യൂസിലൻഡിലെ ഈ സ്ഥലത്തിന് എന്തുവാ പറയുന്നത്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം പാംസിനോർത്ത്, പാമി എന്ന് പറയല്ലേ? ഈ പാമിയില് ഒരു കാവൽദൂതനുണ്ട്, അതറിയാം. ബൈബിൾ പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഈ കാവൽദൂതനാണ് ഈ പാമിയിലെ ജനങ്ങൾക്ക് ഒരു കൾച്ചർ, ഇവിടെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുന്നതും ഈ കാവൽദൂതനും കൂടെ ആയിട്ട് മിക്സ് ചേർന്നിട്ടാണ്. അപ്പൊ ഈ സ്ഥലത്തിന് ഒരു ആത്മാവ് ഉണ്ടാകും, ഒരു സോളുണ്ട് ഈ സ്ഥലത്തെ നിയന്ത്രിക്കാൻ. അവനാണ് ഇതിന്റെ അധികാരി. യേശു ക്രിസ്തുവും പറയുന്നുണ്ട് ഈ അധികാരി അതാണ്. ആ അധികാരമുള്ള ഈ പ്ലേസിലേക്കാണ് നമ്മൾ എന്തുകൊണ്ട് സുവിശേഷം എത്തിച്ചിട്ട് ദൈവം എന്തു ചെയ്യുക, ഇവിടെ ഒരു ദൈവരാജ്യം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ അധികാരത്തിൽ കടക്കുന്നവരെയൊക്കെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു വഴിയാണ് യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവും. അപ്പോൾ ഈ ഒരു ദേശത്തിന് ഒരു അരൂപിയുണ്ട്. അപ്പോൾ ആ അരൂപി ചെയ്യുന്നത് ആ ദേശത്ത് ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഈ കൾച്ചറിലേക്ക് ആൾക്കാരെ, അത് വചനവിരുദ്ധമായ കൾച്ചറുണ്ട്, നല്ല പ്രയോജനകരമായ കൾച്ചറുമുണ്ട്. വചനവിരുദ്ധമായ കൾച്ചറിലേക്ക് ആൾക്കാരെ ആകർഷിപ്പിക്കുന്നത് ഈ സോളാണ്. ആ കൾച്ചറിലേക്ക് ഈ സാധാരണ വിശ്വാസികളെ വലിച്ചിടും. ഇപ്പം ഇവിടെ ഒരു കൾച്ചർ കാണും, വചനത്തിന് വിരുദ്ധമായ കൾച്ചർ കാണും. ഈ കൾച്ചറിലേക്ക് ആൾക്കാരെ നയിച്ചു കഴിയുമ്പോൾ അതൊരു സോളാണ്. അപ്പം പിന്നീട് ആ സോളിന് അടിമയായിരിക്കും. അവൻ ആ ലെവലിലേ പിന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചിലവർ ഇപ്പം നിരീശ്വരവാദിയാണെങ്കിൽ ആ നിരീശ്വരവാദം സ്ട്രോങ് ആക്കിപ്പിക്കുന്ന തരത്തിൽ ഒരു സോൾ ഉണ്ടാവും. ചിലവർ വേറൊരു മതത്തിൻ്റെ വിശ്വാസിയാണെങ്കിൽ ആ മതത്തിലേക്ക് ജീവൻ കളയുന്ന തരത്തിലുള്ള ഒരു സോൾ അതിൻ്റെ അകത്തുണ്ട്. ആ സോളിന് അടിമയായിരിക്കും. ഇപ്പോൾ ഒരുവൻ യേശു ക്രിസ്തുവിലാണ് വിശ്വസിച്ച് സുവിശേഷത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവനിൽ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ്, യേശുവിൻ്റെയും ആത്മാവ് തന്നെയാണ് അവനിൽ ഉള്ളത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ ആത്മാവ് ഇല്ലാത്തവനിൽ വേറൊരു സോൾ അവനിൽ ഉണ്ടാവും. ആ സോളിൻ്റെ സ്വഭാവം അനുസരിച്ച് പിന്നെ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഇതാണ് എൻ്റെ സത്യാവസ്ഥ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ നിറയണമെന്ന് പറയുന്നത്.